നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. കൃത്യമായിട്ട് എല്ലാ പാർട്ടികളും ഒരുങ്ങേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ എടുക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇവിടെ ചില പാർട്ടികൾ, ഇപ്പോൾ നമുക്ക് CPM എടുക്കുകയാണെങ്കിൽ തന്നെ അതിനിടയിലും ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതിലുപരി ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന പല ഭിന്നിപ്പുകളും അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന ഗ്രൂപ്പ് തർക്കങ്ങളും അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് VD സതീശിനെ നേരിട്ട് ഹൈക്കമാൻഡ് വിളിച്ച് ഒരു താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. ഏതായാലും തോറ്റു കഴിഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മര്യാദയ്ക്ക് പ്രവർത്തനമൊക്കെ നടത്തി, ഇല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായിരിക്കും അതിനുള്ള ഒരു തക്കതായിട്ടുള്ള എടുക്കാൻ പോകുന്ന നടപടി, അത് വളരെ രൂക്ഷമായിരിക്കും, അല്ലെങ്കിൽ അത് വളരെ കടുത്തതായിരിക്കും എന്നുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണേന്ദു ഈ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിന് അറിയാം ഈ പറയുന്നതാണ് കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത്, ഒരു പൂർണ്ണ രൂപം അവർക്കുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു നേതാക്കന്മാരുടെ ഇടയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ, തമ്മിലടിയൊക്കെ കാരണം വീണ്ടും കേരളം നഷ്ടപ്പെടുമോ എന്നുള്ള സൂചനകളാണ് ഹൈക്കമാൻഡിന് കിട്ടിയിരിക്കുന്നത്. അത്തരത്തിലേക്ക് നേതാക്കന്മാരെ കൈകടത്താതിരിക്കാൻ, അത്തരത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ചരട് ഹൈക്കമാൻഡിൻ്റെ കയ്യിലുള്ളത്. നേരെ എല്ലാത്തിനെയും കൂടെ കൂട്ടിപ്പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി, മര്യാദയ്ക്ക് ഇനി നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വടിയെടുക്കുമെന്നുള്ള തരത്തിലുള്ള പരോക്ഷമായിട്ടുള്ള രീതിയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. VD സതീശനോട് മിണ്ടാതെ മര്യാദയ്ക്ക് ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു തമ്മിലടിയും പാടില്ല. ഇപ്പോൾ VDയുടെ പ്രശ്നം എന്ന് പറയുന്നത് KPCCയുടെ പുനർസംഘടന നിർണയം അത്ര തൃപ്തികരമല്ല. താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും പല ആൾക്കാരും അവിടെ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാം എന്നുള്ള രീതിയിലും ഇനി തമ്മിലടിക്കാതിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള പാളിച്ചകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിക്കിട്ട് 2 പൊട്ടീരും കൂടെ പൊട്ടിക്കാൻ തയ്യാറായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അത്രയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കളെയും കൊണ്ട് അവർ പൊറുതി മുട്ടി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഒന്ന് ചിന്തിക്കൂ, ഇപ്പോൾ മിണ്ടാതെ ഇരുന്നാൽ പോലും അഡ്വക്കേറ്റ് ജയശങ്കർ ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങളൊന്നും മിണ്ടാതെ ഇരിക്കൂ, ജനം നിങ്ങളെ ജയിപ്പിച്ചു വിടും. പക്ഷെ ഇപ്പോൾ ജനത്തിന് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കോൺഗ്രസ് ഒരു തരത്തിലും പിടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. കാരണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എന്നാലും തമ്മിലടിക്കുക, അധികാരത്തിന് വേണ്ടി ഞങ്ങൾ തമ്മിലടിക്കുക, ഈ ഒരു പ്രവണത അവർ മാറ്റാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഒരു പക്ഷെ വീണ്ടും 3ാം പിണറായി തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിനീക്കങ്ങളാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശബരിമല വിഷയം, മാസപ്പടി, എന്തെല്ലാം കേസുകൾ വന്നു, അതെല്ലാം തരണം ചെയ്യുന്ന പിണറായി വിജയൻ എന്ന ഇരട്ടച്ചക്കനെ ഒരുപക്ഷെ നമ്മളൊക്കെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ CPM തമ്മിൽ തർക്കം വന്നുകൊണ്ടിരിക്കുകയാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതും ഈ പറയുന്നത് പോലെ CPIക്ക് വഴങ്ങിക്കൊണ്ട് CPM എടുക്കുന്ന തീരുമാനം, ഇതൊക്കെ എന്ന് പറയുന്ന വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ളത് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കനായ ആ സഖാവിന് നന്നായി അറിയാം. അത് പക്ഷെ അറിയാതെ പോകുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക്, ഇപ്പോഴത്തെ യൂത്തിനുമാണ്. ഇത് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന പയറ്റി തെളിഞ്ഞ ഒരു തനി രാഷ്ട്രീയക്കാരൻ ഏതൊക്കെ ചുവടുമാറ്റങ്ങൾ എപ്പോഴൊക്കെ വെക്കും എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അവസാന ഘട്ടത്തിലാണ് CPM ചില പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നത്. ആ പദ്ധതിയിൽ മലയാളികൾ വീഴുകയും ചെയ്യും, കൊണ്ടുവന്ന് CPMന് വോട്ട് കുത്തുകയും ചെയ്യും. ഇത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് CPMന് കൂടുതൽ ഭൂരിപക്ഷങ്ങൾ പലപ്പോഴായിട്ട് കിട്ടുന്നത്? അവരുടെ അടിത്തട്ടിലുള്ള പദ്ധതികൾ, അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ, കൃത്യമായിട്ടുള്ള നിർണയങ്ങൾ, സ്ഥാനാർത്ഥി നിർണയങ്ങൾ, കൃത്യമായിട്ടുള്ള ഓരോ നേതൃത്വ പാഠം, ഇതൊക്കെയാണ് അവരെ അവിടെ വിജയിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPMന് അറിയാം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതേ ചൂട് അങ്ങോട്ട് പകരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസോ BJPയോ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വലിയ വില കൊടുക്കത്തില്ല. അത് നേരെ അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആക്കാണ്. അവർക്ക് മുഖ്യമന്ത്രി ആയാൽ മതി, അല്ലാതെ ഇവർക്ക് ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ആർജവം അവർക്കില്ല. പക്ഷേ CPM അങ്ങനെയല്ല. CPMനെന്ന് വെച്ചാൽ അവരുടെ ലോക്കൽ നേതാക്കൾ പോലും
ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ അവരെ എല്ലാ വീടുകളിലൊക്കെ കയറി ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ചൂട് വരും. അപ്പോൾ പൊതുമധ്യയിൽ എന്താണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM ഇന്ന സ്ഥലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു എന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കും. മാധ്യമങ്ങൾക്ക് ഒന്നാമത് കോൺഗ്രസ് പാർട്ടിയെ കണ്ടുകൂടാ. അപ്പോൾ ഇത് കുറച്ചുകൂടി കൊട്ടിഘോഷിച്ച് അവരെന്ത് ചെയ്യും, അവരങ്ങ് ആഘോഷമാക്കും. അത് ഒരു വലിയൊരു PR വർക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കണ്ടോ CPMന് തന്നെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ചിന്തിക്കുക, അവരൊരു കാലത്ത് ജയിക്കുക, അവർക്ക് ഞാൻ വോട്ട് കൊടുക്കത്തില്ല എന്ന് പറയുന്നവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ജയിച്ചല്ലോ. അപ്പൊ എന്തോ ഉണ്ട്, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവർ. അപ്പൊ എന്തൊക്കെ CPM പ്രവർത്തിക്കുന്നുണ്ട്, പിണറായി വിജയൻ എന്തൊക്കെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവര് നേടുക തന്നെ ചെയ്യും. ഇതാണ് CPMന്റെ പുതിയ തന്ത്രം. അപ്പൊ ഇപ്പോൾ അവർ നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ചില പദ്ധതികൾ, ചില ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ അറിയത് എങ്ങനെയൊക്കെ, മാത്രമല്ല അവർ CPMന്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പം ആദ്യത്തെ പിണറായി വിജയൻ ആദ്യത്തെ CPMന്റെ ഭരണം വന്നപ്പോൾ പോലും നേരത്തെ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, രണ്ടാമതും പിണറായി വിജയൻ, ഇനി മൂന്നാമതും പിണറായി വിജയൻ തന്നെയാണ്, ഇനി അദ്ദേഹം വേണ്ട എന്ന് പറയുമ്പോഴേ ഉള്ളൂ മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്നത്. അവിടെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല. VD പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയാവും, ചെന്നിത്തല പറയുന്നു എനിക്കാവാണ്, ഇപ്പൊ KC വേണുഗോപാലും കൂടെ വന്നിട്ട്. അപ്പൊ ഇങ്ങനെ പരസ്പരം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പല സംശയങ്ങളും നേതൃത്വത്തിനകത്ത് ഈ നേതാക്കന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ചില മാധ്യമങ്ങളുണ്ട്, അവർ കുത്തി എല്ലാ നേതാക്കന്മാരുടെ ഈ കോൺഗ്രസ്സുകാരുടെ വായിൽ നിന്ന് എന്ത് രാവിലെ കിട്ടുന്നു അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിടുന്ന മാധ്യമങ്ങളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ മണ്ടയിലോട്ട് മയക്കും തിരികെ പോയാൽ മതി. ഇതൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. കാരണം ഇവർക്കൊരു കൃത്യമായിട്ടുള്ള നേതൃത്വം ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ K. സുധാകരന്റെ ചുറുചുറുക്കുള്ള ഒരു പ്രായത്തിൽ അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു, നന്നായിട്ട് നിയന്ത്രിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ്. പക്ഷെ ഇപ്പോൾ സണ്ണി ജോസഫ് വന്ന് K. സുധാകരനെ മാറ്റി അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിനെ അത്ര പെട്ടെന്ന് മാറ്റിയേ വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് കോൺഗ്രസിലെ അനുഭാവികൾക്ക്. അപ്പൊ സുധാകരനെ അങ്ങോട്ട് മാറ്റി സണ്ണി ജോസഫ് ആണ്. പക്ഷെ അദ്ദേഹം വെറും പാവമാണ്. ആ പാവമായതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അദ്ദേഹം പാവമല്ലാതിരുന്നു എങ്കിൽ മര്യാദയ്ക്ക് എല്ലാവരും അടങ്ങിയിരുന്നേനെ. ഒരാൾ പോലും അനാവശ്യമായിട്ട് മാധ്യമങ്ങളോട് ചൊറിയുന്ന സ്വഭാവം കാണിക്കത്തില്ല. ഇതിപ്പം ഗ്രൂപ്പുകളിലുള്ള പല സംഭവങ്ങൾ പോലും, അതായത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരസ്പരം സംസാരിക്കുന്നത് പോലും അപ്പോഴപ്പോഴും മാധ്യമങ്ങൾക്ക് എടുത്തു കൊടുക്കുന്ന അണികളാണ് ഇവരോടൊപ്പം നിൽക്കുന്നത്. അതായത് കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്ന വ്യക്തികൾ എന്തൊക്കെയാണോ സംസാരിക്കുന്നത്. ഇപ്പം രണ്ട് MLA തമ്മിലോ രണ്ട് മന്ത്രിമാർ തമ്മിലോ അല്ലെങ്കിൽ KPCCയുടെ ഒരു യോഗത്തിനകത്തോ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാനാവാത്ത ഒരു യോഗം നടന്നാൽ പോലും അതിനകത്ത് നടക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ അറിയുന്നു. ഇതെന്താണ് സംഗതി? കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ MLA ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ചോർത്തി കൊടുക്കും. ഇതാണിപ്പോൾ സംഭവിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് ശരിക്കും ഒരു നേതൃത്വം ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു നിയന്ത്രണ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്മിലടി, ഇതൊക്കെയാണ് ജനങ്ങൾക്ക് വോട്ട് കൊടുക്കണോ വേണ്ട. അല്ലാതെ ഇവരോടുള്ള ഇഷ്ടക്കേടല്ല. ഇവർ ഈ തമ്മിലടി തുടർന്നാൽ നാളെ ഇവർ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളം ഭരിക്കുന്നത്, അവിടെ ഇത് തന്നെയല്ലേ എന്നുള്ളൊരു അവസ്ഥയാണ് ജനത്തിനെ പിന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം BJPയുടെ ഒരു പഴയ ഒരു വർഗീയ പാർട്ടി എന്നുള്ളൊരു ഹിന്ദു പാർട്ടി എന്നുള്ള മനോഭാവമൊക്കെ മാറി തുടങ്ങി BJPക്ക്. അപ്പം അത് എന്ത് ചെയ്തു, കുറച്ചുകൂടി ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെയൊക്കെ അടുപ്പിക്കാൻ സാധ്യത. അപ്പോൾ കോൺഗ്രസിന് കിട്ടേണ്ടുന്ന പല വോട്ടുകളും BJPയിലേക്ക് പോകും. അതൊരു CJP കൂട്ടുകെട്ട് എന്ന് പരോക്ഷമായി പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൽ ഒരു പക്ഷേ LDF അതിനെ ഒരു പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും BJP എന്ത് ചെയ്യും, അധികാരത്തിലെത്തും, അവർ പിടിച്ചെടുക്കും വോട്ട്. അപ്പോൾ ഈ വോട്ട് പിടിച്ചെടുക്കും, അവർ കുറേ അധികം സീറ്റുകൾ നേടുകയും ചെയ്യും. അത് BJPക്ക് ഒരു ആനുകൂല്യമാണ്. അവിടെ നഷ്ടമാകുന്ന കോൺഗ്രസ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആരെടുക്കും? LDFന് കിട്ടാനുള്ള വോട്ടുകളല്ലേ LDFന് തന്നെ വന്ന് ചേരുകയും ചെയ്യും. BJP കുറേ അധികം വോട്ടുകൾ പിടിക്കുകയും ചെയ്യും. നഷ്ടമാവുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് 8 നില പൊട്ടുകയും ചെയ്യും. ഈ വീണ്ടും ആരധികാരത്തിൽ വരും? പിണറായി അധികാരത്തിൽ വരും. അതിനുള്ള തർക്കങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു മാധ്യമത്തിൽ കണ്ടതാണ്, ഒരു കോൺഗ്രസ് അനുഭാവി പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിന് വേണ്ടുന്നത്
നിങ്ങൾ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കും, ഞങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനം അങ്ങനെയല്ല വേണ്ടുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഇടയിലെ ഇപ്പൊ വി ഡി സതീശൻ പറയാ ഞങ്ങളുടെ ഇടയിലെ മുഖ്യമന്ത്രി ചെന്നിത്തല തന്നെയാണ്, അത് കെ സി വേണുഗോപാൽ പറയാ ഞങ്ങളുടെ ഇടയിലെ മുഖ്യമന്ത്രി ചെന്നിത്തലയാണ്, രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നിടത്ത് തീർന്നു. ഇനി ചെന്നിത്തല പറയാം ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെയാ, അതിന് ഒരു ദാക്ഷിണ്യമില്ല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ സതീശന്റെ നേരിലുള്ള മന്ത്രിമാരടക്കമുള്ള ഒരു പുതിയ സർക്കാർ ഞങ്ങൾ രൂപീകരിക്കും, കേരളം നന്നായിട്ട് ഭരിക്കുമെന്ന് സ്ട്രോങ് ആയിട്ട് ഇവരുടെ ഇടയിലുള്ളൊരു മുഖ്യമന്ത്രി ഇവർ തന്നെ തെരഞ്ഞെടുക്കട്ടെ. ഇനി അതല്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടെ പറയുകയാണ്, അല്ല കെ സി വേണുഗോപാലാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുടക്കീഴിൽ സേഫ് ആണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ട്, അദ്ദേഹത്തിന്റെ ഇതിലുള്ള ഒരു മന്ത്രിസഭ സർക്കാർ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് ജനത്തിന്റെ മുന്നിൽ ഇവർ പ്രസ്താവിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ ഒരു കൺഫ്യൂഷനാണ് ജനങ്ങളുടെ ഇടയിൽ വോട്ട് മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ വോട്ട് ഇടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അതല്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇനി ഇപ്പൊ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അബിൻ വർക്ക് ചെയ്ത പരിപാടി കണ്ടോ, പിറ്റേന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് എന്നാ വല്ലതും പറഞ്ഞു, ഇല്ല, എന്നാ പറഞ്ഞില്ലയോ പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇല്ല. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ തന്നെ സുധാകരനെ മാറ്റി ഉടനെ തന്നെ മറ്റേ സണ്ണി ജോസഫിനെ ആക്കിയപ്പോഴത്തന്നെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടോ, ഇതാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ പിന്നീട് അവര് ചങ്ങുമായിട്ട് ഒത്തുചേർന്ന് പോവുകയും ചെയ്യും. ഇത് ജനങ്ങൾ അറിയത്തില്ല. ഈ ആദ്യമായിട്ട് ഒരാൾ ഒരു നേതൃത്വത്തിലേക്ക് വരുമ്പം അതിനിടയ്ക്കുള്ള എല്ലാവർക്കും ഒരു കല്ലുകടി ഉണ്ടാവും, അതങ്ങ് വെട്ടി തുറന്ന് പറയും. അപ്പൊ ജനം ചിന്തിക്കുന്നത് എന്താണ്, അയാൾക്ക് മറ്റേ ആളെ ഇഷ്ടമല്ലേ, തമ്മിലടിയാണ്. പക്ഷെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഒരു നേതൃത്വത്തിന്റെ ഭാഗമാകുമ്പം ഈ ശരിക്കും കോൺഗ്രസ് നേതാക്കന്മാര് അവർ ഒത്തൊരുമിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ജനം മനസ്സിലാക്കുന്നില്ല. മാധ്യമങ്ങൾ ഇത് വെച്ചങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പം സണ്ണി ജോസഫ് അധ്യക്ഷനായെന്ന് കരുതി കെ സുധാകരൻ എന്താ അയാളോട് മിണ്ടായിരിക്കുകയാണോ? അല്ല, അവര് നല്ല ഇതാണ്, നല്ല നേതൃത്വമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇപ്പോഴും ആൾക്കാരെന്താണ് പറയുന്നത്, മാധ്യമങ്ങൾ എന്താണ് പറയുക, കെ സുധാകരനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല, അദ്ദേഹത്തിന് ഇപ്പോഴും അമർഷം ഉണ്ടെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അമർഷവും കഴിഞ്ഞ് അദ്ദേഹം ഇപ്പൊ അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവാം. പക്ഷെ ഇത് ജനത്തിന് അറിയില്ല. ഇത് കോൺഗ്രസ് പാർട്ടി ഇനി എന്ന് മനസ്സിലാക്കും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ തന്നെ ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ജനങ്ങളുടെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ കുടക്കീഴിൽ ഞങ്ങൾ നന്നായി സർക്കാർ ഭരിക്കും, ഞങ്ങൾക്ക് ഒരു അഭിപ്രായവുമില്ല, അതിനുവേണ്ടി സ്ട്രോങ് ആയി ഞങ്ങൾ പോരാടും. ആ മുഖ്യമന്ത്രി ആരാണോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവർ കൈകോർത്ത് നിൽക്കുന്ന റീലുകൾ ഇട്ടാൽ പോലും ജനം ഒരുപക്ഷെ വോട്ട് കൂത്തും. മാത്രമല്ല ഇപ്പോൾ KPCCയുടെ നേതൃത്വത്തിൽ സണ്ണി ജോസഫ് ഒരിക്കലും അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ആ പാവം പിടിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം കുറച്ചുകൂടി സ്ട്രോങ് ആകേണ്ടതുണ്ട്. പല കാര്യങ്ങളും യൂത്തിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സ്ട്രോങ് ആകേണ്ടതുണ്ട്. ഏത് അഭിപ്രായം ഇനി അനാവശ്യമായിട്ട് ഒറ്റയൊരെണ്ണം മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ തീർന്നു. CPM-ൽ ആര് കൊടുക്കും? ഒന്നീ ഗോവിന്ദൻ മാഷ് കൊടുക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ കൊടുക്കുക, അല്ലാതെ വേറെ ആരെങ്കിലും അനാവശ്യമായിട്ട് കൊടുക്കുക. അതാത് മന്ത്രി വകുപ്പിലെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് മന്ത്രിമാര് ബൈറ്റ് കൊടുക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ. അല്ലാതെ ഏതെങ്കിലും മന്ത്രിമാരെ അനാവശ്യമായിട്ട് കൊടുക്കുക MLA-മാർ കൊടുക്കാറുണ്ടോ? ഇല്ല. അവര് പിണറായി വിജയനെയും ഗോവിന്ദ മാഷിന്റെ കുടക്കീഴിൽ തന്നെയാണ് നിൽക്കുന്നത്. BJP രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ സുരേന്ദ്രനോ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ആ പാർട്ടിയുടെ ഒരു കൃത്യതയും ഒരു വെടുപ്പും ഒക്കെ എന്ന് നമ്മൾ പറയുന്നത്, ഒരു നടത്തിപ്പ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആര് വഴി കൂടെ പോയാലും ഇതിനു വേണ്ടി കുറെ മാധ്യമങ്ങൾ ഇറങ്ങുകയും ചെയ്യും. ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് കിട്ടാനാണ്? അപ്പൊ എന്ത് ചെയ്യും? പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ പറയും, കിട്ടാനുള്ള കിട്ടും, അതോടെ പേശ അന്നത്തെ ദിവസം കുശാല്. അപ്പൊ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിന് വന്നു. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഹൈക്കമാൻഡ് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കേരളം സുഖമായിട്ട് കിട്ടാം, അയ്യപ്പം കൊണ്ടുവന്ന് കൈ വെച്ച് കൊടുത്തു, എന്നിട്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ഇപ്പൊ ഹൈക്കമാൻഡ് തൂത്തുവാരി ഇട്ടിരിക്കുകയാണ്. ഒറ്റ പറഞ്ഞാൽ ഇനി അനങ്ങരുതെന്നുള്ള രീതി. ഇനി അനങ്ങിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ബാധിച്ചാൽ അനാവശ്യമായിട്ടുള്ള എല്ലാത്തിനെയും എടുത്ത് ചവിട്ടി പുറത്താക്കാൻ ഇതുണ്ട്. ഒന്നീ കോൺഗ്രസ് നന്നാവണം, അല്ലെങ്കിൽ മര്യാദ ഇറങ്ങിപ്പോണം, എല്ലാം ചവിട്ടി കൂട്ടി പോകേണ്ട സമയം കഴിഞ്ഞ്. കാരണം ഇത് VD സതീശനൊക്കെ എന്തെങ്കിലുമൊക്കെ അവരൊരു നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് അവർ ഇപ്പം സണ്ണി ജോസഫ് പാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്ന ആ രീതിയിൽ മുമ്പോട്ട് പോകണം. ഒരുമിച്ചൊരു യോഗത്തെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭൂരിപക്ഷം ആരാണോ തീരുമാനിക്കുന്നത് ആ രീതിയിൽ പോകണം. അതിന് എൻ്റെ ആളിനെ കയറ്റിയില്ലല്ലോ, ഞാൻ അധ്യക്ഷനായില്ലല്ലോ എന്നുള്ള ഇത് മാറ്റുക. കഴിവുള്ളവർ കുറച്ചുകൂടെ കയറി വരും, കഴിവുള്ളവർ ചിലവർ കയറി വരാൻ പറ്റത്തില്ല, അവർക്ക് കുറച്ച് സമയമെടുക്കും. എല്ലാവരെയും കൂടെ ഇത് അധ്യക്ഷ സ്ഥാനത്തും മറ്റേ വലിയ ഒന്നും ആക്കാൻ പറ്റത്തില്ലല്ലോ, മന്ത്രി ഒന്നും ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ച് പേര് കയറി വരും, അതിൻ്റെ പുറകെ ഇവരെയും കയറ്റി വിടും.
അതിന് ഈ തമ്മിലുള്ള കൂട്ടിയടിമ. പക്ഷെ മുസ്ലിം ലീഗ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്യും. അവർ കൃത്യമായിട്ട് അവരുടെ സീറ്റുകൾ കരസ്ഥമാകും. BJPയും ഒരുവിധം ഇതേ രീതിയിൽ കോൺഗ്രസ് UDF പോവുകയാണെങ്കിൽ ഇവർക്ക് വലിയ ഇതായിരിക്കും ഉണ്ടാവുന്നത്. വോട്ട് ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. ഈ ഒരു സന്ദർഭം BJP മുതലാക്കുകയും ചെയ്യും. 2031 കൃഷ്ണേന്ദു വടിവരയിട്ട് ഒപ്പുവെച്ച് ഇവർ പ്രതിപക്ഷ സ്ഥാനത്ത് BJP വരും. കോൺഗ്രസ് എന്ന് പറയുന്നത് മൂന്നാം തലത്തിലേക്ക് പോകും. ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇവർ ഇരിക്കത്തില്ല, മൂന്നാം തലത്തിലേക്ക് പോകും. ഇതുപോലെ നാണക്കേട് ഇനി കോൺഗ്രസ് പാർട്ടി ഇത്തവണ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പതനമായിരിക്കും.